ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് ധാരാളം ആചാര അനുഷ്ഠാനങ്ങൾ നടത്താറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത്? സ്വാഭാവികമായും വളരെ ലളിതമായ രീതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി തന്നപ്പോഴും അതിനും അതിൻ്റേതായിട്ടുള്ള ചില ആചാര അനുഷ്ഠാനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ആചാര്യന്മാർ നമ്മളോട് സൂചിപ്പിച്ചത്? മനുഷ്യർക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടോ? അതോ ഇത് വെറും ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണോ ഉത്സവങ്ങൾ, ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ? തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട, അറിയേണ്ട ഒന്നാണ്. തന്ത്രശാസ്ത്രപ്രകാരം പ്രതിഷ്ഠകൾ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അധികവും നമ്മുടെ കേരളത്തിലുള്ളത്. കേരളത്തിന് പുറത്ത് അങ്ങനെ ഒരു തന്ത്രശാസ്ത്ര വിധിപ്രകാരം അല്ല പ്രതിഷ്ഠകൾ നടത്തുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ തന്ത്രശാസ്ത്ര പ്രധാനമായിട്ട് നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളും അതില്ലാതെ നടത്തിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ ആത്യന്തികമായി മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ, മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത് എന്നുള്ള പ്രമാണമനുസരിച്ച് ഈ ആചാര അനുഷ്ഠാനങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മനസ്സിനകത്തുള്ള പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, മനസ്സിനകത്തുള്ള കാലുഷ്യങ്ങളെ, കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യാദികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ക്ഷേത്രം, അതിനകത്തുള്ള പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചൈതന്യ സ്വരൂപമായിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ, ഹൃദയത്തിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠയും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുമൊക്കെ മഹർഷിമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് അതിൻ്റെ ആ മൂല്യം, അതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാത്തത് കൊണ്ട് ഉപരിപ്ലവമായിട്ടുള്ള ഉത്സവങ്ങളാണ് ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ വെറും കലാപരിപാടികളിൽ മാത്രം നിർത്തുന്ന, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്ന രീതിയിലേക്ക് അത് അധപ്പതിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ വളരുന്ന തലമുറയ്ക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ ഗുണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഇത് അധപ്പതനത്തിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ ഈ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും അതിപ്രസരം കൊണ്ട് മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ആ ചൈതന്യത്തെ, ഇപ്പോൾ ഉത്സവം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെ ചൈതന്യ ഉണ്ടാകുന്നു എന്ന് തന്ത്രശാസ്ത്രം അനുശാസിക്കുന്നത് കൊണ്ട് ആ ചൈതന്യ ലോഭത്തെ നമ്മൾ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും അതിൻ്റെ പൂജാവിധികളും അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ വരുന്ന ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും അവരുടെ അനുഷ്ഠാനവും അവരുടെ നിരന്തരമായിട്ടുള്ള സാധനയും ഒക്കെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ആ ക്ഷേത്രം അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് അതിൻ്റെ ചൈതന്യത്തെ പ്രസരിപ്പിക്കുകയുള്ളൂ. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ആ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നമുക്ക് കാണുവാനും വരുന്ന ഭക്തജനങ്ങൾക്ക് ആ രീതിയിലുള്ള ഗുണവും കിട്ടുകയുള്ളൂ. പക്ഷേ അത് വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉത്സവങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉത്സവങ്ങളുടെ ഒരു കാലമാണ്. അപ്പോൾ ഒരു വർഷം അവിടെ പൂജകൾ നടത്തിക്കൊണ്ടിരുന്ന പൂജകൻ, അപ്പോൾ അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര, അവിടെ പൂജകൻ്റെ സാധനയിൽ നിന്നുണ്ടാകുന്ന ആ
ചൈതന്യമാണ് അവിടെ ഇരിക്കുന്ന ദേവന്, ആ വിഗ്രഹത്തിലേക്ക് ദിവസവും ആവാഹിച്ച് അല്ലെങ്കിൽ പൂജ ചെയ്യുന്നതനുസരിച്ച് അവിടെ ചൈതന്യത്തിന് ഉന്നതി, അതിൻ്റെ വികാസം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അത് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾക്ക് പുനഃക്രമീകരിക്കുക എന്നുള്ള രീതി. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ധാരാളം കലശാഭിഷേകങ്ങൾ, അതുപോലെ തന്നെ യജ്ഞങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതിൻ്റെ കാരണം. അതിനോട് നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നില്ല എങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ട് മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ നമുക്ക് മിക്കവാറും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആ ഒരു ശാന്തത നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഭീകരമായിട്ടുള്ള ശബ്ദം ഏത് ക്ഷേത്രങ്ങളിലെ പരിപാടികൾക്ക് നോക്കുമ്പോഴും വളരെ സോഫ്റ്റായിട്ട് നമ്മൾ കേൾക്കേണ്ടതായിട്ടുള്ള മന്ത്രങ്ങൾ അത് ആ രീതിയിലല്ല, കർണകഠോരമായിട്ടുള്ള ശബ്ദമാണ്. അപ്പോൾ അത് നമ്മുടെ തലച്ചോറിനെയും ഹൃദയത്തെയും ഒക്കെ നാശത്തിലേക്ക്, നമ്മൾക്ക് കിട്ടേണ്ട പോസിറ്റീവ് എനർജി അല്ല കിട്ടുന്നത്, മറിച്ച് അത് നെഗറ്റീവായി മാറുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഓരോ ഉത്സവത്തിൻ്റെ നടത്തിപ്പുകാരും ഭക്തന്മാരും ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുക, അതിന് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.